ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വളരെയധികം സമ്പന്നമായിട്ടുള്ള ഒരു ദ്വീപ് ആന്റോണിയോ. ആ ദ്വീപിലാണ് നമ്മുടെ കഥാനായകനും കഥാനായിക എല്ലാവരും താമസിക്കുന്നത്. എല്ലാത്തരം സൗകര്യങ്ങളും ആ ഒരു ദ്വീപിലുണ്ട്. ദ്വീപിന്റെ ഈ ഐശ്വര്യത്തിനെല്ലാം കാരണം ഇവരുടെ പൂർവികരായിട്ടുള്ള 4 ആൾക്കാരാണ്. അതായത് ഈ ദ്വീപിനെ ഈ നിലയിലാക്കിയ ആ 4 മഹാന്മാര് പെട്ടെന്നൊരു ദിവസം ഇവരുടെ ദ്വീപിലേക്ക് അതിശക്തമായിട്ടുള്ള കോടമഞ്ഞ് കയറി വരാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കടലിൽ മീൻ പിടിക്കാൻ പോയവരും മറ്റുള്ള ജോലികൾക്ക് പോയവരും പലരും നേരിട്ടൊരു കാഴ്ച കാണുകയാണ്. ഭീകരമായിട്ടുള്ള ഒരു കറുത്ത കപ്പൽ, അതിലെ ചില ഭീകര രൂപങ്ങൾ. എന്തായാലും ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ ഒരു ദ്വീപിൽ ഒരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങൾ, സ്ട്രേഞ്ച് ആയിട്ടുള്ള പലതരം സംഭവങ്ങൾ ഇതെല്ലാം സംഭവിക്കുകയാണ്. എന്താണ് ശക്തമായിട്ടുള്ള ആ ഒരു കോടമഞ്ഞിന്റെ പിന്നിലുള്ള രഹസ്യം? ഏതാണ് ആ കറുത്ത കപ്പൽ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തായിരിക്കും ഈ ദ്വീപിന്റെ ആ ഒരു ഹിസ്റ്ററി? അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ. കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. കഥ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് വെക്കേഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള സെലിബ്രേഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല നല്ല റിസോർട്ടുകൾ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടാവും. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ആണ് ആരെ കോൺടാക്ട് ചെയ്യണം, ഏത് സൈറ്റിലേക്ക് നോക്കണമെന്ന്. സോ നിങ്ങളിലേക്ക് അങ്ങനെയുള്ള റിസോർട്ടുകൾ എത്തിക്കുന്ന ആ ഒരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ, ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി. ഞാനും എന്റെ ഫ്രണ്ടും നേരിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് ചെല്ലാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കടലിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കപ്പൽ കാണിക്കുകയാണ്. പഴയ കാലത്തുള്ള ഒരു പായക്കപ്പലാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പലിൽ നിന്നും ഒരുപാട് ആൾക്കാരുടെ നിലവിളി, ദയനീയമായിട്ടുള്ള ആ ഒരു കരച്ചിലും കേൾക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കപ്പലിൽ നിന്നും ചാക്ക് പോലെ എന്തോ ഒരു വസ്തു താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അതായത് വെള്ളത്തിനടിയിലേക്ക്. മാത്രമല്ല, കത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കപ്പൽ, ഇതിന്റെ ആ ഒരു കൊടിമരം ഉണ്ടല്ലോ, അത് കാണിക്കുകയാണ്. അതിൽ ഒരു ത്രാസിന്റെ ചിഹ്നമായിരുന്നു. ഇത്രയും വലിയ തീപിടുത്തം ആ ഒരു കപ്പലുണ്ടായിട്ടും ഇതിൽ നിന്നും ഒരു 4 പേര് മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ട് ഒരു തോണിയിലൂടെ അവരങ്ങനെ തുഴഞ്ഞു മുന്നോട്ടേക്ക് പോവാണ്. ഈ സമയത്താണ് അതിശക്തമായിട്ടുള്ള ഒരു കോടമഞ്ഞ്. ഇവർക്ക് ചുറ്റുമുള്ളൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു കോടമഞ്ഞ് ഇവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ വെള്ളത്തിനടിയിലായിട്ട് എന്തോ ഒന്ന് കണ്ടപ്പോ അതിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്നും ഒരു കൈ വന്ന് ഇയാളെ ആ ഒരു വെള്ളത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇവിടെ സീൻ കട്ടാവുകയാണ്. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം കാണിക്കുകയാണ്. ആന്റോണിയോ എന്നൊരു ദ്വീപ് കാണിക്കുകയാണ്. ആ ദ്വീപിൽ കുറച്ചധികം ആൾക്കാർ താമസിക്കുന്നുണ്ട്. എല്ലാത്തരം ഫെസിലിറ്റീസും ഈ ഒരു ദ്വീപിലുണ്ട് കേട്ടോ. മാത്രമല്ല, ഈ ദ്വീപിലേക്ക് ഇങ്ങനെയുള്ള ഈ ഐശ്വര്യങ്ങൾ, ഫെസിലിറ്റി, എല്ലാത്തരം സാമ്പത്തിക സ്രോതസ്സും ഇങ്ങോട്ടേക്ക് എത്തിച്ചത് 4 പേരാണ്. ആ 4 ആൾക്കാരുടെ ശിലയും ഈ ഒരു ദ്വീപിന്റെ കേന്ദ്ര ഭാഗത്ത് ഇവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരോടുള്ള ആ ഒരു ബഹുമാനാർത്ഥം. സോ എല്ലാ ആൾക്കാർക്കും അവരുടെ നാട്ടിലെ ഒരു മഹാത്മാക്കൾ ഉണ്ടാവുമല്ലോ, ഒരു റെസ്പെക്ട് അവരോട് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ 4 പേര് ഈ ദ്വീപുകാർക്ക്. അതുപോലെ തന്നെ രാവിലെ ആയ സമയത്ത് ഈ ദ്വീപിലെ ആർജെ ആയിട്ടുള്ള സ്റ്റീവി, സാധാരണ ആർജകൾ എന്താ ചെയ്യാ, അത് തന്നെ സ്റ്റീവിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ ഓണാക്കാണ്, ചുമ്മാ ഓരോന്നങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ആന്റോണിയൻസ്, എല്ലാവർക്കും സുഖമല്ലേ? വീണ്ടും പുതിയൊരു ദിവസം തുടങ്ങാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദ്വീപിനെ ദ്വീപാക്കി മാറ്റി ആ 4 പേരെയും മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, ആ കൂട്ടത്തിൽ ഒരാൾ എന്റെ ഗ്രാൻഡ് ഫാദർ കൂടിയാണ്. പിന്നീട് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവൾ അങ്ങനെ ആ ഒരു റേഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവി, ആ പേര് മറക്കണ്ട. ഇതേ സമയത്ത് തന്നെ മറ്റൊരു പയ്യൻ നിക്ക് അവന്റെ കൂട്ടുകാരുമായിട്ട് നേരെ കടലിന് നടുവിലേക്ക് ചെന്നിട്ട് മീനെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ബോട്ട് നിക്കിന്റെയാണ്. കൂടെ തന്നെ ഒറ്റ ചങ്ങാതിയായിട്ടുള്ള സ്പൂണറുണ്ട്. അപ്പോ ഒരുവിധം ഫിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവര് പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു നങ്കൂരം വലിച്ചേക്കുന്ന നിക്ക് പറയാണ്. എന്നാൽ എത്ര വലിച്ചിട്ടും നങ്കൂരം കിട്ടുന്നില്ല. അടിയിൽ പോയിട്ട് എന്തോ ഒന്നിൽ കൊളത്തി നിൽക്കുകയാണ്. ഒരുപാട് ഇവര് പ്രയാസപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ നിക്ക് പറയണത് അങ്ങോട്ടേക്ക് എടുക്ക്, ഇങ്ങോട്ടേക്കാക്ക്, അങ്ങനെ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞിട്ട് കുറച്ചധികം പാടുപെട്ട് തന്നെ ആ ഒരു നങ്കൂരം ഇവര് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. എന്നാൽ ഈ നങ്കൂരം താഴെ പോയി കുടുങ്ങിക്കിടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കത്തിയെരിഞ്ഞ ആ ഒരു കപ്പലുണ്ടല്ലോ, അതിൽ നിന്നും ഒരു ചാക്ക് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നില്ലേ. ആ ചാക്കിലായിരുന്നു ഈ നങ്കൂരം കൊളത്തിയത്. മാത്രമല്ല, ശക്തമായിട്ട് നങ്കൂരം വലിച്ച സമയത്ത് ചാക്ക് കീറുകയാണ്. അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരുപാട് പഴയ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്തായാലും പിന്നീട് നമ്മുടെ നിക്ക് കൂട്ടുകാരനായിട്ടുള്ള സ്പൂണറിനെയും കൂട്ടിയിട്ട് ഇവരുടെ ആ ഒരു ബോട്ട് ഹൗസിലേക്ക് എത്തുകയാണ്. ബോട്ട് അവിടെ വെച്ച് ബോട്ട് ഇപ്പൊ തൽക്കാലം കൂട്ടുകാരനായിട്ടുള്ള സ്പൂണറിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നിക്ക് മറ്റൊരു വഴിക്ക് പോവാണ്. ഇവിടെ സീൻ കട്ടായിട്ട് ഈ ഒരു ദ്വീപിലെ അപ്പൂപ്പനെ കാണിക്കുകയാണ്. ഈ അപ്പൂപ്പന്റെ പരിപാടി എന്താ വെച്ചാല് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് തീരത്തൂടെ അങ്ങനെ നടക്കുക. അതായത് വെള്ളത്തിൽ വീണെടുക്കുന്ന എന്തെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിൽ അത് തീരത്തേക്ക് വന്നടിയും. അതെടുക്കലാണ് ഈ അപ്പൂപ്പന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇത് ഉപയോഗിച്ചുകൊണ്ട് തീരത്തൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മെഷീൻ ബീപ്പ് ചെയ്യാണ്. അപ്പൂപ്പൻ വേഗം തന്നെ അവിടുത്തെ ആ ഒരു മണല് മാറ്റി നോക്കിയപ്പോൾ ഒരു പഴയ വാച്ചായിരുന്നു. ഇതേ സമയത്ത് തന്നെ ദ്വീപിലുണ്ടായിരുന്ന മറ്റൊരു ഫിഷർമാനെ കാണിക്കുകയാണ്. ഇയാൾ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ഇത് പുറത്ത് കണ്ട സമയത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. ഇയാളുടെ പട്ടി ഭയങ്കരമായിട്ട് അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫിഷർമാൻ പിന്നീട് ആകാശത്തേക്ക് നോക്കുമ്പോൾ സാധാരണ പക്ഷികൾ ഏതൊരു ഭാഗത്തേക്കാണോ പറന്നു പോവുക ആ ഭാഗത്തേക്കല്ല ഈ പക്ഷികൾ പോകുന്നത്. ഒരുപാട് നാളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളല്ലേ, ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. പക്ഷെ ഇതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നി ഈ ഒരു മനുഷ്യൻ. പിന്നെ തിരിഞ്ഞ് അയാളുടെ നായ നോക്കുന്ന സമയത്ത് വളരെയധികം ക്രൂരമായ രീതിയിൽ ഇയാളുടെ നായ ചത്തെടുക്കുകയാണ്. ഈ ഒരു കുറച്ചു നേരം കൊണ്ട് ഇതാരെ ചെയ്തേന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ സീൻ കട്ടായി നമ്മുടെ നിക്കിനെ കാണിക്കുകയാണ്. നിക്ക് കൂട്ടുകാരനോട് എവിടെയോ പോകാണ്ടെന്ന്
പോയില്ലേ. നേരെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റീവിയുടെ റേഡിയോയിലൂടെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടാ പോകുന്നത്. ഈ നിക്കും സ്റ്റീവിയും ഫ്രണ്ട്സ് ആണ് കേട്ടോ. അങ്ങനെ നിക്ക് ആ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അവന്റെ വാഹനത്തിനും കുറുകെയായിട്ട് ഒരു പെൺകുട്ടി പോകുന്നുണ്ട്. പതിയെ അവന്റെ ആ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് വരികയാണ്. ആ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സോറി എന്ന് പറയാണ്. കാരണം അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എലിസബത്ത് ആയിരുന്നു. അവള് വരുമെന്ന് പറഞ്ഞു, അവളെ കൂട്ടാൻ പോവാന്ന് പറഞ്ഞു. ഒരിത്തിരി വൈകിപ്പോയി. എന്നാൽ എലിസബത്ത് എന്ന് പറഞ്ഞാൽ പക്ക ക്യാരക്ടറാണ് കേട്ടോ. ഒരു രീതിയിലും ചൂടാവുന്നില്ല. അവനോടൊന്ന് ചിരിച്ചു കാണിക്കണം, പോട്രാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. മാത്രമല്ല എലിസബത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. അങ്ങനെ എലിസബത്തിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിക്ക് പറയാണ്, ഒരു കാര്യം നീ ഒന്നും ഇവിടെ നിൽക്ക്, ഞാൻ ആ ബോട്ടിലേക്ക് പോയിട്ട് ഒരു സാധനം എടുക്കാൻ അത് എടുത്തിട്ട് വരാം. അങ്ങനെ ഉള്ളിലേക്ക് പോയ സമയത്ത് എലിസബത്തിന്റെ അടുത്തേക്ക് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അപ്പൂപ്പനുണ്ട്, ഇയാള് വരികയാണ്. അപ്പൂപ്പനെ കണ്ടപാട് തന്നെ ഓരോ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. എന്തെല്ലാം അപ്പൂപ്പ, സുഖം തന്നെയല്ലേ? അതേ സമയത്ത് അപ്പൂപ്പൻ പറയാണ്, ആ മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്, പിന്നെ നിന്നെ ചുമ്മാ ഒന്ന് കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് വന്നാണ്, ഇതാ എനിക്ക് കടൽക്കരയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു വാച്ച്. ഇപ്പൊ നമ്മുടെ എലിസബത്തും ആ ഒരു പഴയ വാച്ച് എടുത്ത് നോക്കിയിട്ട് പറയാണ്, അല്ല അപ്പൂപ്പ ഇത് ഒരുപാട് പഴക്കമുള്ളതല്ലേ, എന്നിട്ട് ഇപ്പോഴും വർക്ക് ആവുന്നുണ്ടല്ലോ. ഇതേ സമയത്തിന് അപ്പൂപ്പൻ പറയണേ, ഏയ് ഞാൻ നോക്കുമ്പോൾ വർക്കായിട്ടൊന്നുമില്ല, ഇനിയിപ്പോ നിന്റെ കൈ തട്ടിയപ്പോഴാണോ വർക്ക് ആവുന്നതെന്ന് എനിക്കറിയില്ല, ചുമ്മാ ഒരു അതിർപ്പം തോന്നി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, നിന്നെ കണ്ടപ്പോ നിന്റെ കയ്യിൽ തന്നു, അത്ര തന്നെ, എന്നാ ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് ഈ പഴയ വാച്ച് ഉണ്ടല്ലോ ഇതിന്റെ പുറത്തായിട്ട് അവളൊരു കാര്യം കാണുകയാണ്, ഒരു സിമ്പിൾ, 3 സിമ്പിളാണ്. അതിന്റെ നടുപ്പത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ആ ത്രാസിന്റെ ചിഹ്നമായിരുന്നു. ഇപ്പൊ ബോട്ടിന്റെ ഉള്ളിലേക്ക് എന്തോ എടുക്കാൻ വേണ്ടി പോയ നമ്മുടെ നിക്ക് ഭയങ്കര ദേഷ്യത്തിൽ വരികയാണ്. കാരണം അവിടെ ബോട്ടില്ലായിരുന്നു. ബോട്ട് ഏൽപ്പിച്ച ആളാരാണ്? സ്പൂണർ അവന്റെ കുറച്ച് ഗേൾ ഫ്രണ്ടുമായിട്ട് നേരെ കടലിലേക്ക് പോയിരിക്കുകയാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കലിപ്പിലെ നിക്ക് ഇങ്ങനെ വരുന്നത്, അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്, ഇന്നത്തോടെ ഞാൻ ഇത് നിർത്തിക്കുന്ന പറഞ്ഞിട്ട് നിക്ക് ഭയങ്കര കലിപ്പിലാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് റേഡിയോ ജോക്കി ആയിട്ടുള്ള നമ്മുടെ സ്റ്റീവി ഉണ്ടല്ലോ, അവളുടെ ഓഫീസിലേക്ക് വെതർ ഓഫീസിൽ നിന്നും ഒരു കോള് വരികയാണ്. അതായത് കാലാവസ്ഥാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിവരം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സ്റ്റീവി അറിയിക്കും, സ്റ്റീവി അത് നാട്ടുകാരെ അറിയിക്കും, അതങ്ങനെയാണ്. അപ്പൊ ഈ വിളിച്ച കാലാവസ്ഥാ നിരീക്ഷകനായിട്ടുള്ള ആള് പറയുന്നത്, സ്റ്റീവി എന്തെന്നറിയില്ല, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ ദ്വീപിന് ചുറ്റും നടക്കുന്നുണ്ട്, എന്താണെന്ന് സ്റ്റീവി ചോദിക്കുമ്പോൾ ഇതുവരെയായിട്ട് കാണാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു ഫോഗ്, അധികം വൈകാതെ തന്നെ അത് നമ്മുടെ ദ്വീപിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും നീ ഒന്ന് ഇൻഫോം ചെയ്തേക്കെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റീവി എല്ലാവരോടും പറയാണ്, ആരും കടലിലേക്ക് പോകാൻ പാടില്ല, ഇതുപോലെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒന്ന് ജാഗ്രതയോട് കൂടിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. എന്നാൽ ഈ ഒരു സമയത്ത് നിക്കിന്റെ കൂട്ടുകാരനായിട്ടുള്ള സ്പൂണർ നിക്കിന്റെ ബോട്ടുമായിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് നേരെ കടലിലേക്ക് പോയിരുന്നല്ലോ. ഇവര് റേഡിയോ മെസ്സേജും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇവരങ്ങനെ നന്നായിട്ട് ഫൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെന്നറിയില്ല പെട്ടെന്ന് എവിടെ നിന്നോ ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് ഇവരുടെ ഈ ഒരു ചെറിയ ബോട്ടിൽ വന്നങ്ങോട്ട് മൂടുകയാണ്. ഇവിടെ സീൻ കട്ടായി നമ്മുടെ നിക്ക് അതുപോലെ തന്നെ എലിസബത്ത് രണ്ടുപേരും കൂടെ നല്ല ജോളിയായിട്ട് അവരുടെ ആ ഒരു വാഹനത്തിൽ സംസാരിച്ചുകൊണ്ട് നേരെ നമ്മുടെ ഈ ഒരു എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരുടെ കാറിന്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ദ്വീപിലെ തന്നെ ഫാദർ ആയിട്ടുള്ള ഫാദർ നിക്കോളാസ് മെലോ. എന്നാൽ ഇയാളാണെങ്കിൽ ഒരു ഫാദറിനെ പോലെയല്ല പെരുമാറുന്നതും, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ അങ്ങനെയല്ല, ഭയങ്കര മുഴുക്കുടിയനാണ്. മാത്രമല്ല ഇവരെ കണ്ട സമയത്ത് ഈ ഫാദർ പറയുന്നുണ്ട്, ചോരയ്ക്ക് ചോര എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പിറവറുത്തോണ്ടിരിക്കുകയാണ്. ഒരു ഭ്രാന്തനായിട്ടാണ് എല്ലാവരും ഇയാളെ കാണുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്യാതെ നിക്ക് എലിസബത്തുമായിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോകണം. ഇപ്പൊ അടുത്ത സീനിൽ വീണ്ടും കൂട്ടുകാരനായിട്ടുള്ള സ്പൂണറിനെ കാണിക്കുകയാണ്. നേരത്തെ ഇവരുടെ ആ ഒരു ചെറിയ ബോട്ടിന് ചുറ്റുമായിട്ട് ഭയങ്കരമായിട്ട് ഫോഗ് വന്നെന്ന് പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് തണുപ്പും ഇവിടെ വല്ലാതെ കൂടിക്കൂടി വരികയാണ്. പ്രകൃതിയിൽ എന്തൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിലും അതിനൊരു സാവധാനമായിട്ടാണല്ലോ അത് ഉണ്ടാവുക. എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നത് പെട്ടെന്നാണ്. ഇപ്പൊ ഈ സ്പൂണറും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സും പിന്നെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. ഇവരാകെ ടെൻഷനായിട്ട് ഇത് എന്താണെന്ന് തിരിയുന്നില്ല. മാത്രമല്ല ഇങ്ങനെ കട്ടയായി കിടക്കുന്ന ഈ ഒരു മഞ്ഞുകൾക്കിടയിലൂടെ വലിയൊരു പായക്കപ്പല് ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ചില രൂപങ്ങളെയും ഇവർ നേരിട്ട് കാണുകയാണ്, ചില നിഴൽ രൂപങ്ങൾ കേട്ടോ. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന ലേഡീസിനോട് ഈ ബോട്ടിന്റെ ഉള്ളിലേക്ക് പോയിരിക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ ഉള്ളിലേക്ക് എത്തിയ ഈ ലേഡീസ് ഉണ്ടല്ലോ, എന്തോ ഒരു ബാധ കയറിയതുപോലെ ഈ ഗ്ലാസ്സിലൊക്കെ ഈ മഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ നമുക്കതിൽ എഴുതാൻ കഴിയല്ലോ. ഇവർ ഈ ബാധ കയറിയതിനു ശേഷം ഈ മഞ്ഞില് ഈ ഗ്ലാസ്സിൽ ഒരു ത്രാസിന്റെ സിമ്പിൾ ഇങ്ങനെ വരച്ചു വെക്കുകയാണ്. ഇപ്പൊ പുറത്തുണ്ടായിരുന്ന സ്പൂണർ അതുപോലെ തന്നെ അവന്റെ ആ ഒരു കൂട്ടുകാരൻ ഇതെല്ലാം കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സോ ആ ഒരു ക്യാമറ എല്ലാം ഓൺ ആക്കിയിട്ട് പരമാവധി ഇവിടുത്തെ ആ ഒരു കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ നിൽക്കുന്നുണ്ട്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഈ സ്പൂണറിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 3 പേര് മരണപ്പെട്ട് വീഴാണ്. പിന്നെ ഈ സ്പൂണറിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടാവാണ്. നമ്മുടെ നിക്ക് എലിസബത്തിനെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ അമ്മയുമായിട്ട് എലിസബത്ത് അത്ര നല്ല റിലേഷനിലല്ല. അതുകൊണ്ട് വെറുതെ ഊരി ചുറ്റി വരുന്നവർക്കൊന്നും എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ എലിസബത്തിനെ പുറത്താക്കാണ്. അതുകൊണ്ട് തന്നെ എലിസബത്ത് നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനറിയാം ഉള്ളിൽ കയറ്റൊന്നുമില്ലാന്ന്. അപ്പൊ അവൻ പറയാണ്, വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ. മച്ചാൻ എന്തായാലും ഈ ഒരു കാര്യം നന്നായിട്ട് അറിയാം. എന്തായാലും എലിസബത്തിനെയും കൂട്ടി നിക്ക് നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്നു. കുറച്ചു നേരം ഫുഡെല്ലാം കഴിച്ച് റൊമാൻസ് എല്ലാം കഴിഞ്ഞ് അവർ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങി ലാസ്റ്റ് അർദ്ധരാത്രിയായ സമയത്ത് നമ്മുടെ എലിസബത്ത് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്തോ ഒരു ദുസ്വപ്നം കണ്ട്. ഇപ്പൊ നിക്കും ചോദിക്കുന്നുണ്ട് എലിസബത്ത് എന്താ പറ്റിയെന്ന്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് പറയാണ്, എന്താണെന്നറിയില്ലടാ, കുറച്ച് ദിവസമായിട്ട് ഒരു കപ്പല്, ആ കപ്പലിൽ തീ പിടിക്കുന്നു, അത് വെള്ളത്തിലേക്ക് വീഴുന്നു, ചില സിമ്പിൾസ് ഇതൊക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു, എന്താണെന്നറിയില്ലടാ. എന്റെ എലിസബത്തെ നീ മനസ്സമാധാനമായിട്ട് ഒന്നും ആലോചിക്കാതെ ഒന്ന് കിടക്ക്, ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ, ഇതൊക്കെ നിന്റെ ഒരു തോന്നലാണ്. അങ്ങനെ നിക്ക് അവിടെ കിടന്നു, എലിസബത്തും കിടന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടും എലിസബത്തിന് ഉറക്കം വരുന്നില്ല. കാരണം അവൾക്ക് കിട്ടിയ ആ ഒരു വാച്ചിലെ സിമ്പിൾ, അതും ത്രാസ്
ത്രാസിന്റെ ചിഹ്നമാണ്. സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സിമ്പിൾ അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ അവൾ നേരെ ലാപ്ടോപ്പിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ഈ സിമ്പിളിനെ കുറിച്ച് പരമാവധി സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഈ സിമ്പിളിനെ കുറിച്ച് നെറ്റിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സിസ്റ്റം പെട്ടെന്നൊന്നും ബ്ലർ ആയി പോകുന്നുണ്ട്. അമാനുഷികമായിട്ടുള്ള ചിലത് നടക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ആവുകയാണ്. ഇപ്പൊ ആരോ നടക്കുന്നതായിട്ടുള്ള ശബ്ദവും എലിസബത്ത് കേൾക്കുന്നുണ്ട്. എന്തോ സംശയം തോന്നി മുകളിലേക്ക് നോക്കുകയാണ്. മുകളിൽ, അതായത് നമ്മുടെ ഈ ഒരു സീലിംഗ് ഉണ്ടാവുമല്ലോ, ഇതിലാണ് ഈ കാൽപ്പാടുകൾ കാണുന്നത്. ഇതെങ്ങനെയാണ് ഈ കാൽപ്പാടുകൾ സീലിംഗിൽ വരുന്നത്? മാത്രമല്ല ആ ഓരോ കാൽപ്പാടും അതിങ്ങനെ ചവിട്ടി പോകുമ്പോൾ ഭയങ്കര നനവായിരുന്നു. അങ്ങനെ ആ ഒരു കാൽപ്പാടുകൾ പതിയെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു വീടിന്റെ വാതിൽ ആരോ വന്ന് മുട്ടുകയാണ്. എലിസബത്ത് പോയിട്ട് ആ ഒരു വാതിൽ തുറക്കുന്നുണ്ട്. അവൾ മുറ്റത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മുറ്റത്തോടെയും ആരോ നടന്നു പോയിട്ടുണ്ട്. അതിന്റെ ആ ഒരു കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അവൾ ആ ഒരു കാൽപ്പാടിനെ വെച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. ഒരിത്തിരി വൈകിയിരുന്നെങ്കിൽ അവൾ കടലിലേക്ക് എത്തിയേനെ. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ നമ്മുടെ നിക്ക് അവളെ പിടിക്കുകയാണ്. എന്താണ് എലിസബത്ത്, നിനക്ക് ബോധമില്ലാതായോ? സത്യം പറഞ്ഞാൽ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവള്. എന്തായാലും ഇത് അവനോട് പറയാതെ അവള് പറയണേ, ഏയ് ഒന്നുമില്ലടാ, ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ആ ശരി ശരി മതി എന്ന് പറഞ്ഞിട്ട് നിക്കിപ്പോ എലിസബത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ആ ഒരു തീരത്തൂടെ ഒരു പയ്യൻ അങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ പയ്യൻ മറ്റാരുമല്ല, നമ്മുടെ സ്റ്റീവി ഉണ്ടല്ലോ, ആർജെ, അവളുടെ മകനാണ്. ആന്റി എന്നാണ് അവന്റെ പേര്. അവനങ്ങനെ ആ ഒരു തീരത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഴയ വസ്തു അത് അവനും കിട്ടുകയാണ്. ഇതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ അതെടുത്തോണ്ട് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മയാണെങ്കിൽ നല്ല ഉറക്കാണ്, അതായത് സ്റ്റീവി തന്നെ. ഇപ്പൊ അമ്മയെ വിളിച്ചിട്ട് ഈ സാധനം കാണിച്ചു കൊടുക്കണം. അമ്മ ഇതെനിക്ക് തീരത്ത് കിട്ടിയാണ്, ഇതെന്താണെന്ന് അറിയാൻ ചോദിക്കുന്ന സമയത്ത്, മോനെ നീ അത് അവിടെ വെക്ക്, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ നേരെ നീ വേഗം റെഡിയായി പോകുന്ന വഴിയിൽ ഞാൻ ചാർലിയുടെ വീട്ടിൽ ഇറക്കി തരാം. അതായത് ജോലിക്ക് പോകുന്ന സമയത്ത് സ്റ്റീവി മകനെ ഈ ചാർലിയുടെ വീട്ടിലാണ് ഏൽപ്പിക്കാറ്. എന്തായാലും നമ്മുടെ ആന്റി റെഡിയാകാൻ പോയ സമയത്ത് സ്റ്റീവി ഉണ്ടല്ലോ ഈ പഴയ വസ്തു ഒന്ന് കഴുകി നോക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല. എന്നാൽ അതിലും കാണുന്നുണ്ട് ദാ ഇതുപോലൊരു ചിഹ്നം, ഒരു ത്രാസിന്റെ ചിഹ്നം. എന്നാൽ സ്റ്റീവി ഇത് വലിയ കാര്യമാക്കി ഒന്നും എടുക്കുന്നില്ല, അത് അവിടെ വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലിസബത്ത് ഇന്നലെ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്തും ആ ഒരു സിമ്പിളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരെ ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരുപാട് വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ഓരോ പുസ്തകം അങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ദ്വീപുകളുണ്ട്. ആ ദ്വീപിന്റെയൊക്കെ ഹിസ്റ്ററിയും ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ എലിസബത്ത് നോക്കുമ്പോൾ ഒരേ ഒരു ദ്വീപിന്റെ ഹിസ്റ്ററി മാത്രം വളരെയധികം ഷോർട്ട് പീരീഡിൽ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതായത് 1960 മുതൽ 1971 വരെ. അത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തന്നെ നമ്മുടെ എലിസബത്തിന് തോന്നുകയാണ്. കാരണം ഇത്രയും ചെറിയൊരളവിൽ ഒരു ദ്വീപിന്റെ ഹിസ്റ്ററി എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. അവളിങ്ങനെ ഭയങ്കര സംശയത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ലൈബ്രറിയും വരികയാണ്. നല്ല പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. ഇവളുടെ ഒരു സംശയം ആകുലതയൊക്കെ കണ്ടപ്പോൾ അപ്പൂപ്പൻ ചോദിക്കുകയാണ്, എന്താ മോളെ ക്രൂസെല്ലാം കണ്ടിട്ട് എന്താ നിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മുടെ എലിസബത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സർ, ഞാൻ ഇവിടെയുള്ള ഒരുപാട് ഐലൻഡ്സിന്റെ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ഐലൻഡ് ഉണ്ടല്ലോ, ഇതിന്റെ ഹിസ്റ്ററി മാത്രം എന്താ ഇത്ര ഷോർട്ട് പീരീഡിലേക്ക് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിനുശേഷം എന്താണ് ആ ഒരു ദ്വീപിന് സംഭവിച്ചത്? ഇതേ സമയത്ത് തന്നെ ഈ ലൈബ്രറിയും പറയാണ്, അത് പിന്നെ മോളെ ഈ നോർത്ത് സൈഡിൽ എവിടെയാണ് ആ ഒരു ദ്വീപുള്ളത്? എന്നാൽ ഇപ്പൊ നിലവില് അവിടെ ആരും താമസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഒരു കാലത്ത് ഇവിടെയുള്ള എല്ലാ ദ്വീപുകളെക്കാളും സമ്പന്നമായിരുന്ന ആ ഒരു ദ്വീപ്, അവിടെയുള്ള ഒരുവിധം ആൾക്കാരും അത്രയധികം റിച്ച് ആയിരുന്നു. ആ കാലത്ത് തന്നെ അവർക്ക് ചൈനയുമായിട്ട് നേരിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഗോൾഡ്, ലെതർ, ധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ ബിസിനസ് തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ചെറിയൊരു ഔട്ട് ബ്രേക്ക് അവിടെ ഉണ്ടായി. അതെന്താണ് സാറിന് ചോദിച്ച സമയത്ത് ഈ ലൈബ്രറിയും പറയാണ്, അതൊരു രോഗമാണ്, ലെപ്രസി എന്ന് പറയും. ആ ദ്വീപിനെ അത് ആട്ടിയോടെ പിഴുതെറിഞ്ഞു. അവിടുത്തെ സമ്പത്ത്, അതുപോലെ തന്നെ മനുഷ്യര്, ഇവരെല്ലാം ആകെ അതിൽപ്പെട്ട ആകെ നശിച്ചു പോയി. എങ്ങനെയൊക്കെയോ ബാക്കിയായ കുറച്ച് ആൾക്കാർ ഒരു കപ്പലിൽ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, അവരുടെ ആ ഒരു ബാക്കി വന്ന സമ്പത്തുമായിട്ട്. എന്ന് ഇതൊക്കെ സത്യമാണോ നുണയാണോ കെട്ടുകഥയാണോ എന്നൊന്നും അറിയില്ല മോളെ. എന്തായാലും ആ ദ്വീപിൽ ഇങ്ങനെ ഒരു രോഗം വന്നിട്ടുണ്ട്, അത് സത്യമാണ്. അതുപോലെ തന്നെ വേറെയും ചില അഭ്യൂഹങ്ങളുണ്ട്. മനഃപൂർവ്വം ചില ആൾക്കാർ ആ രോഗം അവിടെ പടർത്തിയതാണോ എന്നും സംശയമുണ്ട്. എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അഭ്യൂഹങ്ങൾ മാത്രമാണ്, വ്യക്തമായിട്ട് അറിയില്ല എനിക്ക്. ഇതേ സമയത്താണ് നിക്ക് വന്നിട്ട് നമ്മുടെ എലിസബത്തിനെ വിളിക്കുന്നത്. അർജന്റ് ആയിട്ട് അവന്റെ കൂടെ നിന്ന് പോകണമെന്ന് പറയാണ്. അതായത് നിക്കിന്റെ ബോട്ട് കടലിൽ പോയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട പോലീസുകാർ നിക്കിന്റെ ബോട്ട് അവിടെ ഉണ്ട് എന്ന് പോയി നോക്കുന്ന അവനോട് തന്നെ ഇൻഫോം ചെയ്തു. അപ്പൊ അതെന്താണ്, സ്പൂണർ എവിടെ പോയി? ഇതൊക്കെ അറിയാൻ വേണ്ടി നിക്ക് നേരെ എലിസബത്തിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ആ ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ താഴേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് അവിടെ ഒരു ഷെൽഫിലായിട്ട് ഈ സ്പൂണർ, അതായത് നിക്കിന്റെ കൂട്ടുകാരൻ അവിടെ കാണുകയാണ്. ഇവനെ വിളിച്ച സമയത്ത് ഒരുമാതിരി ഒരു ഐസിട്ട കോലത്തിൽ അവന്റെ ശരീരം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ കണ്ണുകളൊക്കെ ആരും തുന്നി കെട്ടിവെച്ചതുപോലെ. ഇവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ആകെ ഷോക്കായി പോവാണ് നിക്കും അതുപോലെ തന്നെ എലിസബത്തും. പിന്നെ വേറെ രണ്ട് ലേഡീസ്, അതായത് സ്പൂണറിന്റെയും ഈ വന്ന കൂട്ടുകാരന്റെയും ഗേൾഫ്രണ്ട്സ് ആണ്. ആ രണ്ടുപേരും മരിച്ചു കിടക്കുന്നുണ്ട്. ഇപ്പൊ താഴെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജ് അത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ട് നിക്കിന്റെ കൂട്ടുകാരനായിട്ടുള്ള സ്പൂണർ. അവൻ ഇതുപോലെ തന്നെ തണുത്ത് ഉറഞ്ഞു കിടക്കുകയാണ്. അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് അവനെ തട്ടി നോക്കുമ്പോൾ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാകെ ഫ്രീസായി നിൽക്കുകയാണ്. പേടിച്ച് വിറച്ചത് കൊണ്ട് ഒളിക്കാനായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും വിവരങ്ങളെല്ലാം പോലീസുകാരെ അറിയിക്കുകയാണ്. പിന്നീട് നേരെ ബോട്ടുമായിട്ട് കരയിലേക്ക് വരികയാണ്. എന്നാൽ പോലീസുകാർക്കൊക്കെ ഭയങ്കര സംശയം. 3 പേര് മരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുത്തൻ ബാക്കിയുണ്ട്. മിക്കവാറും ആ ഒരു 3 പേരെയും കൊന്നിട്ടുണ്ടാവുക ഇവൻ തന്നെ ആയിരിക്കണം. സോ മിക്കവാറും സ്പൂണറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് സ്പൂണർ നിക്കിനെ നോക്കിയിട്ട് പറയണം, എടാ എനിക്ക് ഒന്നും അറിയില്ല, എല്ലാം ചെയ്തത് ആ ഒരു മഞ്ഞാണെന്ന്. എന്ത് മഞ്ഞിങ്ങനെ കൊലപാതകം ചെയ്യോ? ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ? എന്തായാലും നിക്കിന്റെ കൂട്ടുകാരൻ സ്പൂണർ അവന്റെ വീഡിയോ ക്യാമറയിൽ ചില കാര്യങ്ങൾ ഷൂട്ട് ചെയ്തില്ലേ, എന്തായാലും ആ ഒരു ക്യാമറ നിക്കിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. നിക്കാണെങ്കിൽ
നിക്കാണെങ്കിൽ ആ ഒരു ക്യാമറ നേരെ എലിസബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇത് പോലീസുകാരുടെ കയ്യിൽ കിട്ടരുത്, നീ നേരെ ഇതെടുത്ത് നമ്മുടെ ബോട്ട് ഹൗസിലേക്ക് പോയിക്കോ, ഞാൻ ഇവന്റെ കൂടെ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയിട്ട് വരാം. എന്തായാലും ഇവര് നേരെ സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് എലിസബത്ത് ആ ക്യാമറയുമായിട്ട് നേരെ ബോട്ട് ഹൗസിലേക്ക് വരികയാണ്. കുറച്ചധികം പഴക്കമുള്ള ഒരു സ്ഥലമാണ് അത്. അതുപോലെ തന്നെ അവിടെ എത്തിയ സമയത്ത് എന്താണ് ഈ വീഡിയോയിലുള്ളത് ഇത് കാണാനായിട്ട് എലിസബത്ത് അത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് സത്യമാണ് സ്പൂണർ പറഞ്ഞത്. ആ വീഡിയോയിൽ ഭയങ്കരമായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് ബാക്കിയുള്ള ആ ഒരു 3 ആൾക്കാർ മരിച്ചു കിടക്കുന്നതാണ് എലിസബത്ത് കാണുന്നത്. ചെറിയൊരു ഭയത്തില് അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം ആരോ വിളിക്കുന്നത് പോലെ നമ്മുടെ എലിസബത്തിന് തോന്നുകയാണ്. പതി അവൾ തിരിഞ്ഞു നോക്കി. ഈ ബോട്ട് ഹൗസ് ഉണ്ടാക്കിയ ആളുടെ പേര് അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ ഡീറ്റെയിലും ആ ആളെന്ന് പറയുന്നത് ഈ ദ്വീപിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ആ 4 പേരുണ്ടല്ലോ, അതിലൊരാളാണ്. എന്തായാലും ആ ഒരു ബോർഡിന്റെ അടുത്തേക്ക് നമ്മുടെ എലിസബത്ത് വന്നു നോക്കുന്ന സമയത്ത് അവിടെ ഇച്ചിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കാല് തന്നെ അവൾ നേരെ, ഇതൊരു ബോട്ട് ഹൗസ് ആണല്ലോ, വെള്ളത്തിനടിയിലേക്ക് അവൾ വീഴുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു ബോധക്ഷയം സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളുടെ കണ്ണുകളിലേക്ക് പലതരം വിഷ്വൽസ് വന്നു പോവുകയാണ്. അതായത് വെള്ളത്തിനടിയിലേക്ക് പണ്ട് എപ്പോഴും അവൾ വീണതുപോലെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരിക, മറ്റെന്തൊക്കെയോ കത്തിരിയുന്നത് പോലെയുള്ള കാഴ്ചകൾ കാണുക ഒക്കെ കൂടെ ആയപ്പോൾ അവൾ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക അബോധാവസ്ഥയിൽ നിന്നും ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നാൽ ആ ഒരു വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഏതോ ഒരു ശക്തി വെള്ളത്തിനടിയിലേക്ക് അവളെ വലിക്കുന്നത് പോലെയായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ അവിടെ ഉണ്ടായിരുന്ന പാറ ഉണ്ടല്ലോ, ആ പാറയിൽ അവൾ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. പിടിച്ച് കയറാൻ നോക്കുമ്പോൾ പഴയ കെട്ടിടമല്ലേ, പഴയ നിർമ്മിതിയല്ലേ, അതുകൊണ്ട് തന്നെ ഈ പാറകൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് അവളുടെ കയ്യിലേക്ക് തന്നെ വരികയാണ്. ആ സമയത്താണ് പറഞ്ഞു വന്ന ആ ഒരു പാറയുടെ ഇടയിൽ ഒരു ഹോൾ അവൾ കാണുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു പഴയ ബുക്കും ഉണ്ടായിരുന്നു, ഒരു ഡയറിയാണത്. എന്തായാലും കയറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡയറി അവൾ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സ്റ്റീവിയെ കാണിക്കാൻ അവൾ അവളുടെ ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക്കൽ ഡിവൈസിലൊക്കെ എന്തൊക്കെയോ ഒരു തകരാറുള്ളത് പോലെ പെട്ടെന്ന് തന്നെ ഇവളുടെ തൊട്ടടുത്ത് തന്നെ അന്ന് ആന്റി ഉണ്ടല്ലോ, കളത്തീരത്ത് നിന്ന് എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊണ്ടേ കൊടുത്തില്ല, അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തോ കണ്ണാടി പോലെയുള്ള ഒരു സംഭവമാണ്. ഇത് കിടന്നങ്ങോട്ട് ഉരുകാൻ തുടങ്ങുകയാണ്, പെട്ടെന്ന് തീ പിടിച്ചതുപോലെ. ആകെ പിടിച്ചുപോയ സ്റ്റീവി വേഗം തന്നെ ഈ എക്സ്റ്റിങ്ക്യൂഷൻ മറ്റേ പുകടിക്കുന്ന സാധനമല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം അടിച്ച് ആ ഒരു തീ കെടുത്തിയതിനു ശേഷമാണ് നമ്മുടെ സ്റ്റീവി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ആ ഒരു പുക അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ പതിച്ച് ചുമരിലെല്ലാം പതിച്ചിട്ട് ഒരു പ്രത്യേകതരം രൂപത്തിലേക്ക്, ഒരു സിമ്പിളിലേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ത്രാസിന്റെ ചിഹ്നത്തിലേക്ക്. ഇവിടെ മുതലാണ് ആ ഒരു ത്രാസിന്റെ പ്രാധാന്യം നമ്മുടെ സ്റ്റീവിയുടെ ലൈഫിലേക്കും വരുന്നത്. കാരണം അവൾക്ക് കിട്ടിയ ഒരു വസ്തു ഇതിലും ഉണ്ടായിരുന്നില്ല, ആ ഒരു ത്രാസിന്റെ ചിഹ്നം. എന്നാൽ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല, അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റീവി വേഗം വിളിക്കുന്നത് നമ്മുടെ ആന്റിയാണ്. അവൻ ഇപ്പോൾ ഉള്ളത് ചാർലിയുടെ വീട്ടിലാണ്. അതായത് ചാർലിയാണ് നമ്മുടെ ഈ ആന്റിയെ നോക്കാറുള്ളത്. അപ്പൊ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ സാധനം എവിടെന്നാ കിട്ടിയെന്നൊക്കെ അവൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആന്റിയോട് പറയണം, ഒരു കാരണവശാലും നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ആ ഒരു ദ്വീപിലേക്ക് ഇന്ന് പോകാനും പാടില്ല, അമ്മ വന്ന് നിന്നെ കൂട്ടിക്കോളെന്ന് പറയണം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ എലിസബത്ത് അവൾക്ക് കിട്ടിയ ആ ഒരു പഴയ ഡയറി ഇതുമായിട്ട് നേരെ ചെല്ലുന്നത് ആ ഫാദർ ഉണ്ടല്ലോ, ഫാദർ നിക്കോളാസ് മെലോൺ, ഇയാളെ കാണാനായിട്ടാണ്. ഈ മനുഷ്യനാണെങ്കിൽ ജീവിതം ഒരുമാതിരി മടുത്തതുപോലെ എപ്പോഴും സെമിത്തേരിയുടെ ഭാഗത്തും കല്ലറയുടെ ഭാഗത്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ഫാദർ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് അവൾക്ക് കിട്ടിയ ആ ഒരു പഴയ ഡയറി കാണിച്ചു കൊടുക്കുകയാണ്. അത് എഴുതിയിരിക്കുന്നത് നേരത്തെ അവളുണ്ടായിരുന്ന ആ ഒരു ബോട്ട് ഹൗസ് അത് നിർമ്മിച്ച ആളുണ്ടല്ലോ, ഈ 4 സ്ഥാപകരിൽ ഒരാള് പാട്രിക് മെലോൺ. ആ ഒരു കുടുംബ പേര് നോക്കിയേ, ആ കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ് ഫാദർ നിക്കോളാസ് മെലോണും. അപ്പൊ ഈ ഒരു ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ എഴുതിയ ഒരു ഡയറിയാണിത്. അപ്പൊ ഇത് കാണിക്കാനായിട്ടാണ് നമ്മുടെ എലിസബത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കണ്ട സമയത്ത് ഫാദർ പറയണ, ഓഹോ ഈ സാധനം നിനക്ക് കിട്ടിയല്ലേ, എന്റെ അപ്പൻ ഇതിനെ തപ്പിക്കൊണ്ട് ഒരുപാട് നാൾ നടന്നിട്ടുണ്ടായിരുന്നു, അയാൾക്ക് അവസാനം പ്രാന്ത് വരെയായി. എന്റെ പൊന്ന് എലിസബത്തെ, നിന്നോടൊരു ഇച്ചിരി ഇഷ്ടവും സ്നേഹം ഉള്ളതുകൊണ്ട് പറയാണ്, ഇത് വിട്ടേക്ക്, നീ പൊയ്ക്കോ, ഈ ദ്വീപ് നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോ, നിനക്ക് പറ്റിയ നാടല്ല ഈ ഒരു ദ്വീപ്. പിന്നീട് വീണ്ടും പ്രാന്തമായി എന്തൊക്കെയോ ചില കാര്യങ്ങൾ പുലമ്പിക്കൊണ്ട് ഈ ഒരു ഫാദർ ഇവിടുന്ന് പോവാണ്. ഇതിനുശേഷം നമ്മുടെ എലിസബത്ത് നിക്കിനെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. കാരണം നിക്കിന്റെ കൂട്ടുകാരൻ സ്പൂണർ അവനിപ്പോഴും ആശുപത്രിയിലാണ്. അപ്പൊ നിക്കിന്റെ അടുത്തേക്ക് എത്തി എലിസബത്ത് ഇങ്ങനെ പറയണേ, എടാ നിന്നോട് അർജന്റ് ആയിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട്, വേഗം വാന്ന് പറയുമ്പോൾ നിക്ക് പറയണ, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് ഈ നിക്കിന്റെ കൂട്ടുകാരനായിട്ടുള്ള സ്പൂണറിന്റെ കൂട്ടുകാർ 3 പേര് മരിച്ചു കിടക്കുന്നില്ലേ, അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് അമാനുഷികമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്നതിൽ ഒരാൾ എഴുന്നേൽക്കുകയാണ്. പതിയെ നമ്മുടെ എലിസബത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കാലും കൈയും വിറച്ചിട്ട് അവൾക്ക് ഒച്ച വരെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ പതിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഈ ശവം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, ശവം വന്നിട്ട് അവളുടെ ചെവിയിൽ പറയാണ്, രക്തത്തിന് രക്തം അത് നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ. പിന്നീട് എങ്ങനെ ഒരു ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് നമ്മുടെ എലിസബത്ത് അലറി കൂക്കി വിളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നിക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇതുപോലെ ഒരു ബോഡി നിലത്ത് വീണെടുക്കുകയാണ്. ഒരു ഭാഗത്ത് എലിസബത്ത് കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിക്ക് ഒരു വിധത്തിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ടേബിളിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റിയത്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് പറയാണ്, നിക്ക് ഈ നാട്ടില് അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് നാളായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡയറി, അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഫുട്ടേജ് ഏത് അല്ല നീ തന്നില്ല സ്പൂണറിന്റെ ആ ഒരു ക്യാമറയിലെ വീഡിയോ ഫുട്ടേജ്, അത് എവിടെയും ചോദിക്കുമ്പോൾ അതെന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി, ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് വീണ സമയത്ത്. അതുപോലെ തന്നെ ആ ഒരു ഫാദർ ഉണ്ടല്ലോ, അയാൾ പലപ്പോഴായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷപ്പെട്ടു പോകാനും ഈ ദ്വീപ് നല്ലതല്ല എന്നൊക്കെ. ഓ ആ ഫാദറും പറയുന്ന കാര്യം കേട്ടിട്ടാണോ നീ നടക്കുന്നത്? ആ പ്രാന്തം പറയുന്നത് ആരെങ്കിലും കേൾക്കാൻ നിൽക്കും? എന്റെ പൊന്നെ എലിസബത്ത്, നീ നല്ലോണം വിശ്രമിക്കണേ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നല്ല സ്ട്രെസ് നിനക്കുണ്ട്. എനിക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് തിരക്കാണ്, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് നിക്ക് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ എലിസബത്ത് ആ കൂടി
ഒരു ടെൻഷനിലാവുകയാണ്. ആരും അവളെ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു ഷോപ്പിൽ അവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഷോപ്പിന്റെ ചുമരിലായിട്ട് കുറെ അധികം പഴയ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ദ്വീപിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ചിത്രങ്ങളായിരുന്നു അത്. 1965, 70, 71 അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ചിത്രങ്ങളായിരുന്നു അത്. എന്നാൽ ഇപ്പൊ എന്തോ ഒരു കാര്യം അതിൽ നോക്കി മനസ്സിലാക്കിയ നമ്മുടെ ഈ ഒരു എലിസബത്ത് ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പൊ നിക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ എലിസബത്തെ ഈ ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത് ചോദിച്ചപ്പോൾ എലിസബത്ത് ചോദിക്കുകയാണ്, അല്ല നിക്ക് 1971 വരെ നമ്മുടെ ഈ ഒരു ദ്വീപിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. പഴയ പഴയ മരത്തിന്റെ ബിൽഡിങ്ങുകൾ, ഒരു ദരിദ്രമായിട്ടുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു ദ്വീപ്. എന്നാൽ ഒരു 2 വർഷത്തിന് ശേഷമുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ, ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങൾ. 2 വർഷം കൊണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ദ്വീപിന് സ്വാധീനമായത്? നിക്കിനും ഒരു ഐഡിയ ഇല്ല. അന്ധകാലത്ത് നടന്ന കാര്യമല്ലേ, ആർക്കറിയാനാ? അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ഇവരുടെ കയ്യിലും ഇല്ല. ഇവിടെ വെച്ച് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരു 4 പേര് ഒരു തീരത്ത് നിൽക്കുകയാണ്. അർദ്ധരാത്രിയാണ്, അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ 4 ആൾക്കാരും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരൊരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദ്വീപിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നില്ല. ഇതിനുശേഷം ഇവർ 4 പേരും കടലിലേക്ക് അങ്ങനെ പോവാണ്. ഇവിടെ സീൻ കട്ടായി, ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു കടല് കാണിക്കാണ്. നന്നായിട്ട് തന്നെ കട്ടയായിട്ടുള്ള കോടമഞ്ഞ് അവിടെ മൂടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു തീരത്ത് തന്നെ നമ്മുടെ അപ്പൂപ്പൻ മൂപ്പരുടെ സ്ഥിരം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്റ്റേറ്ററും വെച്ച് എന്തെങ്കിലുമൊക്കെ മെറ്റൽ കിട്ടുമോ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പൂപ്പൻ അമാനുഷികമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ്. അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ടേബിൾ, അതിന്റെ ചുറ്റും കസാരകൾ. ഈ ടേബിൾ നന്നായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അപ്പൂപ്പന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ആ ഒരു മെഷീൻ ബീപ്പ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ മണലിന്റെ അടിയിൽ ഒരു വലിയ ചങ്ങല കാണുന്നുണ്ട്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് അപ്പൂപ്പൻ ആ ഒരു വെള്ളത്തിലേക്ക് പോവാണ്. ഇതിന്റെ അറ്റം കാണുന്നില്ല. കടലിലേക്ക് ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സ്റ്റീവിയുടെ മകൻ ആന്റി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മ പറയുന്നതും കേൾക്കാതെ അമ്മ ഇറങ്ങിയിരിക്കുകയാണ്. അതും ഈ ഒരു തീരത്തേക്ക് തന്നെ. ചില കുന്തലിപ്പുള്ള പിള്ളേർ എങ്ങനെയാണല്ലോ, പറഞ്ഞത് കേൾക്കില്ലല്ലോ. എന്ന് ഈ തീരത്തോട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്റി പെട്ടെന്ന് പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഈ ചങ്ങലയും പിടിച്ചു പോകുന്ന ഈ അപ്പൂപ്പനുണ്ടല്ലോ, ഇയാൾ ആ ഒരു ചങ്ങല ചുറ്റി വലിച്ചുകൊണ്ട് കടലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ആകെ പേടിച്ചു പോയ ആന്റി അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ നിറയെ ഭയങ്കര കട്ടിയുള്ള മഞ്ഞ് വന്ന് പൊതയുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ആന്റി അവനെ നോക്കുന്ന ചാർലിയുടെ ആ ഒരു വീട്ടിലേക്ക് ഓടുകയാണ്. എന്നാൽ ഒരു വേട്ടനായി അവന്റെ പിന്നാലെ വരുന്നത് പോലെ ഈ ഒരു കട്ട കോടമഞ്ഞ് അവന്റെ പിന്നാലെ വരികയാണ്. ഓടിച്ചെന്ന് ചാർലിയുടെ വീട്ടിലേക്ക് കയറാണ്. ഇതേ സമയത്ത് തന്നെ ചാർലി വീടിന്റെ വാതിൽ അടക്കുന്നുണ്ട്. അപ്പൊ ചാർലി ചോദിക്കുകയാണ്, എന്താ മോനെ ഈ മഞ്ഞെല്ലാം കണ്ട് ഇങ്ങനെ പേടിക്കാൻ മാത്രം? ഇത് സാധാരണയായിട്ട് ഇവിടെ സംഭവിക്കാറുള്ളതല്ലേ? എന്നാൽ ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നമ്മുടെ ആന്റിക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ ആർച്ചി ആയിട്ടുള്ള സ്റ്റീവിക്ക് ഒരു കോള് വരികയാണ്. അതായത് ആ ഒരു വെതർ റിപ്പോർട്ടർ ആയിട്ടുള്ള പയ്യനുണ്ടല്ലോ, അവനാണ്. അപ്പൊ ഇന്നത്തെ ആ ഒരു കാലാവസ്ഥ അവൻ പരിശോധിക്കുന്ന സമയത്ത് അവനിങ്ങനെ സ്റ്റീവിയോട് പറയാണ്, സ്റ്റീവി എന്താണെന്നറിയില്ല, ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കോടമഞ്ഞ് ഞാൻ കാണുന്നത്. എന്തോ വല്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് സ്റ്റീവി പറയാണ്, നീ ഒന്ന് ക്ഷമിക്കുക, ചിലപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഇതൊക്കെ മാറി പഴയതുപോലെ ആവും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ വെതർ റിപ്പോർട്ടറുടെ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, ഇതിന് ചുറ്റും ശക്തമായിട്ടുള്ള ആ ഒരു കോട വന്നങ്ങ് മൂടുകയാണ്. ഈ ഒരു കാര്യം സ്റ്റീവിയോട് ഇയാൾ പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയി നോക്കട്ടെ എന്ന് ഇയാൾ പറയാണ്. സ്റ്റീവ് പറയുന്നുണ്ട്, നീ അവിടെ ഇരിക്കും, അതൊക്കെ മാറിയിട്ട് പുറത്ത് പോയാൽ മതി, സേഫ് അല്ല എന്ന് പറയാണ്. എന്നാൽ ഇത് കേൾക്കാതെ ഇയാൾ പുറത്തേക്ക് പോയി നോക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ മഞ്ഞുകൾക്കിടയിൽ വെച്ചിട്ട് ഒരു രൂപം ഇയാൾ നേരിട്ട് കാണുന്നുണ്ട്. ആ രൂപം കണ്ട് പേടിച്ച് തരിച്ചുപോയി ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്തുവിന് തീ പിടിക്കുകയാണ്. മാത്രമല്ല ഇയാളുടെ ശരീരം പിന്നീട് നിന്ന് കത്താൻ തുടങ്ങി. അതുപോലെ തന്നെ തീ പിടിച്ച ഇയാളുടെ ശരീരവും അതുപോലെ തന്നെ ആ ഒരു ഓഫീസും പൂർണ്ണമായിട്ടും തകർന്നു പോവാണ്. ഈ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ സ്റ്റീവിക്കും കേൾക്കാൻ കഴിയാണ്. പിന്നീട് ഇയാൾ വിളിക്കാൻ നോക്കുമ്പോൾ വിളിച്ചിട്ട് കോള് കണക്ട് ആവുന്നില്ല. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലായി നമ്മുടെ സ്റ്റീവി വേഗം തന്നെ ആ ഒരു ചാർലിയെ വിളിക്കുകയാണ്. കാരണം ചാർലിയുടെ വീട്ടിലാണല്ലോ മകനുള്ളത്. എന്നാൽ ചാർലി ആണെങ്കിൽ ടിവിയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ശല്യം, ഇതാരെയും വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചാർലി ആ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും മറ്റൊരു കാര്യം ഈ ഒരു ദ്വീപിൽ സംഭവിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പവർ കണക്ഷനൊക്കെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് അവിടെ നശിച്ചു പോവാണ്. അതുപോലെ തന്നെ ഈ ദ്വീപിന്റെ സ്ഥാപകരായിട്ടുള്ള, അതായത് ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള 4 ആൾക്കാർ, ഇവരുടെ ആ ഒരു പ്രതിമയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടുള്ള അധികാരികൾ, മേയർ, ഇവരൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇവരൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പവർ കണക്ഷനും പൂർണ്ണമായിട്ട് ഇല്ലാതാവാണ്. എല്ലായിടത്തും ഒരുമാതിരി ഒരു ഇരുട്ട്, പതിയെ പതിയെ ആ ഒരു മഞ്ഞ് എല്ലായിടത്തേക്കും അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇരുട്ടിൽ ഒരു നിഴൽ രൂപം നമ്മുടെ എലിസബത്ത് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അതായത് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് കുറെ പേര് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആരും ഈ ഒരു കാര്യം കാണുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റീവി അവളുടെ മകനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, മകൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീവി ഒരു കാര്യം ചെയ്യാണ്, FM-ലൂടെ ഇതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറയാണ്. നമ്മുടെ ഈ ഒരു ദ്വീപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഞ്ഞുണ്ടല്ലോ, അതൊരു സാധാരണ മഞ്ഞല്ല, നിങ്ങൾ കാലാവസ്ഥയുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ എന്റെ മകൻ ചാർലിയുടെ വീട്ടിലുണ്ട്, ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവനൊന്ന് പോയി നോക്കോ എന്ന് FM-ലൂടെ അവൾ ബാക്കിയുള്ളവർക്ക് ഈ ഒരു വിവരം നൽകുകയാണ്. ഈ കാര്യം ആര് കേൾക്കാണ്? സ്റ്റീവിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ നിക്ക്. അവൻ കാറിന്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നത്. നിക്ക് വേഗം എലിസബത്തിനെ വിളിക്കുകയാണ്. ഇതുപോലെ ചാർലിയുടെ വീട്ടിലേക്കൊന്ന് പോകണം, അവിടെ സ്റ്റീവിയുടെ മകൻ ആന്റി ഉണ്ട് എന്ന് പറയാം. അങ്ങനെ വേഗം തന്നെ ഇവരങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സ്റ്റീവിയും ആ ഒരു FM ഓഫീസിൽ നിന്നും എല്ലാം കൂടി അവിടെ ഇട്ടിട്ട് അവളുടെ കാർ എടുത്തുകൊണ്ട് മകനെ തെരഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ നിക്ക്, എലിസബത്ത് ഇവര് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിന് എലിസബത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡയറി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഇതിന്റെ 4 സ്ഥാപകരുണ്ടല്ലോ, അതിലൊരാളായിട്ടുള്ള പാട്രിക് മെലോൺ ആണ്. അതായത് ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും.
കാണിക്കുകയാണ്. ഈ 4 പേര് ഒരാളുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ബ്ലേക്ക് എന്നാണ് ആ ഒരു മനുഷ്യന്റെ പേര്. ഈ ഡീലിൽ ഇവർക്ക് ഒരുപാട് പണം കിട്ടാൻ വേണ്ടി പോവാണ്. മാത്രമല്ല ഈ ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാപ്റ്റന് ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവരുടെ ദ്വീപ് ഉണ്ടല്ലോ, ഈ ദ്വീപിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ ഡീൽ ഉണ്ടാക്കാൻ പോകുന്ന ബ്ലേക്ക് എന്ന് പറഞ്ഞ ആളും ഇയാളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു ഇച്ചിരി സ്ഥലം മാത്രം. അങ്ങനെ ഈ 4 പേരും കരാർ ഉണ്ടാക്കാനായിട്ട് നേരെ പോകുന്നത് കടലിൽ തന്നെയുള്ള ഒരു കപ്പലിലേക്കാണ്. അവിടെയാണ് ബ്ലേക്ക് ഉള്ളത്. സാധാരണ ആളല്ല, ക്യാപ്റ്റനാണ് ആ കപ്പലിന്റെ പേരാണ് എലിസബത്ത് ഡെയിൻ. ആ പേര് കേട്ട സമയത്ത് നമ്മുടെ ഈ നിക്കൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവന്റെ കൂട്ടുകാരൻ സ്പൂണർ മഞ്ഞത്തൊരു കപ്പല് അവന്റെ അടുത്തേക്ക് വന്നു, അത് നിഴൽ രൂപം പോലെ കണ്ടു എന്നെല്ലാം പറഞ്ഞില്ലേ. ആ കപ്പലിന്റെ പേരും ഇത് തന്നെയായിരുന്നു, എലിസബത്ത് ഡെയിൻ എന്ന്. ഇപ്പൊ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ചില വിഷ്വൽസ് ഫ്ലാഷ് ബാക്ക് പോലെ നമ്മളെ കാണിക്കുകയാണ്. അതായത് ആ കപ്പലിന്റെ കപ്പിത്താനായിട്ടുള്ള ക്യാപ്റ്റൻ ബ്ലേക്ക് നമ്മുടെ എലിസബത്തിന്റെ കയ്യിലേക്ക് ആ അപ്പൂപ്പൻ ഒരു സമയത്ത് ഒരു വാച്ച് കൊണ്ടേ കൊടുത്തില്ലേ, ഒരു പഴയ വാച്ച്. ആ വാച്ച് ഈ കപ്പിത്താന്റെ കയ്യിലുണ്ടായിരുന്നു. മാത്രമല്ല ബ്ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കപ്പിത്താൻ ഉണ്ടല്ലോ, ഇയാളുടെ കൂടെ ആ ഒരു കപ്പലിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെ ശരീരവും കുറച്ചധികം വികൃതമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്യാപ്റ്റൻ ബ്ലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടറിയാൻ ഭാര്യയോട് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണിത്. ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് നിർത്തി ഇപ്പൊ നേരെ ഇപ്പത്തെ സംഭവത്തിലേക്ക് വരികയാണ്. അതായത് കാറ് നമ്മുടെ ഈ നിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നാൽ റോഡിലൊക്കെ ആകെ മഞ്ഞാണ്, അതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ എലിസബത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിക്കെ ഒന്ന് നോക്കി സൂക്ഷിച്ചോടിക്കുന്നൊക്കെ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തൂടെ സ്റ്റീവിയും വന്നോണ്ടിരിക്കുകയാണ്, അതായത് ആർജെ. അവളുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. അതായത് മകൻ എന്തോ പറ്റാൻ പോകുന്നുണ്ടെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പൊ അതിവേഗത്തിൽ കാർ ഓടിച്ച് വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർ അങ്ങോട്ട് ഷട്ട് ഡൗൺ ആയി പോവാണ്. അതായത് സ്റ്റാർട്ട് ആവുന്നില്ല, മുന്നോട്ടേക്ക് പോകുന്നില്ല. മാത്രമല്ല അവളുടെ ആ ഒരു കാർ ഉണ്ടല്ലോ, ഇതിന്റെ ചുറ്റുമായിട്ട് ആ ഒരു മഞ്ഞ് വന്ന് മൂടുകയാണ്. മാത്രമല്ല പിന്നീട് AC വിൻഡിന്റെ ഉള്ളിലൂടെ ഈ മഞ്ഞ് പതിയെ പതിയെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ആ ഒരു കാറിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെരുവിലേക്ക് ഒരേറ്റ ഏറിയാണ്. വെള്ളത്തിലേക്ക് ഇപ്പൊ ആ ഒരു കാറ് വന്ന് വീണിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചില്ലുണ്ടല്ലോ അതിന്റെ ഭാഗത്തായിട്ട് സ്റ്റീവി ഒരു കാഴ്ച കാണുകയാണ്. ഒരു വല്ലാത്ത രൂപം വന്നിട്ട് അവളെ നോക്കുന്നതായിട്ട് ആകെ പിടിച്ചുപോയി സ്റ്റീവി എങ്ങനെയൊക്കെ ഇതിന്റെ ആ ഒരു ഗ്ലാസ് മാറി പുറത്തേക്ക് വന്നിട്ട് കരയിലേക്ക് കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത്, അതായത് സ്റ്റീവി മകനെ നോക്കാനായിട്ട് ചാർലിയുടെ വീട്ടിൽ ഏൽപ്പിച്ചില്ലേ, ഈ ചാർലി പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഈ സിങ്കിലേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് തിരിയാതെ ആ പ്ലേറ്റ് മാറ്റി നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് വന്ന് ഈ ചാർലിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഉടനടി അവരുടെ ആ ഒരു ശരീരം ഉണ്ടല്ലോ കരിക്കട്ട പോലെ ആവുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ ആന്റി നേരിട്ട് കാണുകയാണ്. ആകെ പേടിച്ച് കുറച്ചു പോയി. മാത്രമല്ല ആ വീടിന് ചുറ്റുമായിട്ട് മഞ്ഞങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയത്താല് ഒരു റൂമിന്റെ ഉള്ളിൽ പോയിട്ട് അവനങ്ങനെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ അതേ സമയത്ത് തന്നെ അവന്റെ അരികിലേക്ക് ആ ഒരു മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും അവനെ അത് കീഴടക്കുമെന്ന് തോന്നിയ ആ ഒരു നിമിഷം അവനിരിക്കുന്ന ആ ഒരു ജനലിന്റെ ഒരു ഭാഗത്ത് ആ ഒരു ചില്ല് തകർത്തുകൊണ്ട് പെട്ടെന്ന് നിക്കുള്ളിലേക്ക് കൈയിടുകയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ആന്റിയെ വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അവരുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ നിക്കിന്റെ ആ ഒരു വാഹനത്തിന്റെ മുന്നിലായിട്ട് മഞ്ഞിൽ ഒരുപാട് രൂപങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഇതിനെല്ലാം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നിക്ക് വാഹനം ഓടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നിക്കിന്റെ കൂട്ടുകാരൻ സ്പോണർ ഉണ്ടല്ലോ, അവൻ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. പോലീസുകാർക്ക് മനസ്സിലായി അവനെല്ലാം കൊന്നെന്ന്. അതുകൊണ്ട് തന്നെ അവനെ റിലീസ് ചെയ്തതും ചെയ്തു. അപ്പോൾ അവൻ ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് തീരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ ഫാദർ ഇരിക്കുന്നതായിട്ട് സ്പോണർ കാണാണ്. ചുമ്മാ ഒന്ന് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ഫാദർ പറയാണ്, ചെറുക്കാൻ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഈ ഒരു നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന്. ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത്? ഇയാൾക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? ഇതേ സമയത്തിന് ഫാദർ കടലിലേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോ എന്തോ ഒരു സാധനം തീരത്തേക്ക് വരുന്നതായിട്ട് ഈ സ്പോണറും കാണുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോ അവനാകെ ഭയന്ന് വിറച്ചുപോയി. കാരണം ഈ ഒരു കാര്യത്തെ അവൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണെന്നല്ലേ? ആ കപ്പൽ തന്നെ, എലിസബത്ത് ഡെയിൻ എന്ന പേരുള്ള ആ ഒരു കപ്പൽ തന്നെ. ഇതേ സമയത്ത് നമ്മുടെ നിക്ക് കാർ ഓടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വളരെ വേഗത്തിൽ പോവല്ലേ. പക്ഷെ ആ പോകുന്ന വേഗത്തിൽ എന്തോ ഒന്ന് ഇവരുടെ ആ ഒരു വാഹനത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇവരുടെ ഈ ഒരു കാർ ആക്സിഡന്റ് ആവുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത് നടു റോഡിൽ ഒരു ബോട്ട് വന്ന് വീണ് കിടക്കുന്നത്. എങ്ങനെയാണെന്ന് ആർക്കറിയാം. ഇവിടെ വെച്ച് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു ദ്വീപ് ഉണ്ടല്ലോ, ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആ 4 ആൾക്കാർ അവരൊരു സമയത്ത് തീരത്ത് വെച്ച് കൈയെല്ലാം ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. അവരപ്പ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദ്വീപിന് വേണ്ടിയിട്ടാണ്, കുറ്റബോധത്തിന്റെ ആവശ്യമില്ലാന്ന്. അങ്ങനെ ഇവര് നേരെ ചെല്ലുന്നത് എലിസബത്ത് ഡെയിൻ എന്ന ആ ഒരു കപ്പലിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കപ്പിത്താനെ കണ്ട് അയാളുമായിട്ട് ഒരു ഡീല് സംസാരിക്കാനായിട്ട് എന്തായാലും അങ്ങോട്ടേക്ക് ആ ഒരു കപ്പലിലേക്ക് എത്തിയ ഈ 4 ആൾക്കാരെയും അതിന്റെ ആ ഒരു കപ്പിത്താൻ സ്വീകരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, ഡീൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവര് കൈ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഈ 4 ആൾക്കാരും കൈ കൊടുക്കുന്നില്ല. കാരണം എന്താ, ഈ കപ്പലുള്ള എല്ലാ ആൾക്കാർക്കും ലെപ്രസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസുഖമുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ എലിസബത്ത് ഒരു ദ്വീപിന്റെ ചരിത്രം വായിച്ചു നോക്കിയ സമയത്ത് ചുരുങ്ങിയ അളവിലുള്ള ആ ഒരു ചരിത്രം മാത്രമല്ല ആ ഒരു ദ്വീപിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉള്ള കാലത്ത് ആ ഒരു ദ്വീപാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിരുന്നു. ഒരുപാട് വ്യാപാരങ്ങളും സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ആ ഒരു ദ്വീപില്. എന്നാൽ ഒരു കാലത്ത് അവിടെ ലെപ്രസി എന്ന് പറഞ്ഞ ആ ഒരു അസുഖം ബാധിച്ചു. ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അതിൽ നിന്നും കുറച്ചധികം സമ്പത്ത് ബാക്കി വന്ന സമയത്ത് ബാക്കി ജീവനുള്ള ആൾക്കാർ ആ ഒരു സമ്പത്തുമായിട്ട് ഒരു കപ്പലിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ലേ. ആ കപ്പലാണ് ഈ കപ്പൽ. അതായത് എലിസബത്ത് ഡെയിൻ എന്ന ഈ കപ്പലും ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ബ്ലേക്കും. ഈ പാവം മനുഷ്യരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പേർക്കുമായിട്ട് സ്വന്തമായിട്ട് ഒരു ദ്വീപ് ഉണ്ടല്ലോ, അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം ഇവർക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ഈ
4 പേർക്ക് കൊടുക്കും. അപ്പൊ അതായിരുന്നു ക്യാപ്റ്റനുമായിട്ട് ഈ 4 പേർക്കുണ്ടായിരുന്ന ഡീല്. എന്നാൽ ഈ 4 പേര് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? ഈ ക്യാപ്റ്റനുമായിട്ട് ഡീൽ ഉണ്ടാക്കാനല്ല. ഈ കപ്പലിൽ അളവറ്റ സമ്പത്തുണ്ടെന്ന് ഈ 4 പേർക്കും അറിയാം. കൂടെ തന്നെ ഈ ക്യാപ്റ്റനും കൂടെയുള്ള ആൾക്കാരും തീരെ ആരോഗ്യമില്ലാതെ ക്ഷയിച്ചു നിൽക്കുന്ന മനുഷ്യരുമാണ്. അതുകൊണ്ട് ഇവരെ പൂർണ്ണമായിട്ട് കൊന്നു കൊല വിളിച്ച് ഇവിടെയുള്ള ഈ സമ്പത്തുമായിട്ട് പോകാനാണ് ഈ 4 പേരുടെ പദ്ധതി. ഇവരിപ്പോ അവിടെ എത്തി. ഡീലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്യാപ്റ്റന് നേരെ ഗണ്ണ് ചൂണ്ടുകയാണ്. ഫ്ലാഷ് ബാക്ക് ഇവിടെ കഴിഞ്ഞു. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ നിക്കിനെയും എലിസബത്തിനെയും ഇവരുടെ കൂടെയുള്ള ആന്റിയും കാണിക്കുകയാണ്. ഇവർക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇതേ സമയത്താണ് ഇങ്ങോട്ടേക്ക് സ്റ്റീവി എത്തുന്നത്. സ്റ്റീവിക്ക് മകനെ നേരിട്ട് കണ്ട സമയത്ത് ആശ്വാസമായി. ജീവനോട് എപ്പോഴും ഉണ്ടല്ലോ. അവള് പറയാണ് എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട, നമ്മുടെ ടൗണിന്റെ മെയിൻ ഭാഗത്തേക്ക് ചെല്ലാം. കാരണം അവിടെയാണ് കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ഭാഗം. അങ്ങനെ ഇവര് 4 പേരും കൂടിയിട്ട് ഇവരുടെ ആ ഒരു ദ്വീപിന്റെ മെയിൻ ഭാഗം, അതായത് ടൗൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ തന്നെ ഒരു ടൗൺ ഹാൾ ഉണ്ട്. ഇതിന്റെ ഉള്ളിലേക്കാണ് ഭയം കാരണം ഒരുപാട് പേര് കയറി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ടൗൺ ഹാളിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുന്ന സമയത്ത് ഈ 4 ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ ആ ഒരു ശില അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന നമ്മുടെ എലിസബത്ത് അവിടുത്തെ ഹാളിലായിട്ട് ഒരുപാട് വലിയ വലിയ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പല്, അങ്ങനെയുള്ള ഓരോന്ന്. ഇതെല്ലാം ഈ ഒരു ദ്വീപിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേ സമയത്ത് തന്നെ എലിസബത്ത് നിക്കിനോട് ആ ഒരു രഹസ്യം പറയാണ്. നമ്മുടെ ഈ ഒരു സമ്പത്ത്, നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മനുഷ്യരുടെ രക്തത്തിൽ ചവിട്ടിക്കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മളെല്ലാവരും മഹാന്മാരാണെന്ന് കരുതുന്ന ആ 4 പേരുണ്ടല്ലോ, അവര് ചെയ്ത പാപം എന്താണെന്ന് എനിക്കറിയോ? രോഗം ബാധിച്ച് എങ്ങനെയെങ്കിലും ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരുമായിട്ട് കരാറിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവരുമായിട്ട് സംസാരിച്ച അന്ന് ഈ 4 പേരും അവിടെയുള്ള എല്ലാ മനുഷ്യരെയും അടിച്ചൊതുക്കി അവരുടെ സമ്പത്തിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിസമ്മതിക്കുന്ന ആൾക്കാരെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. അവർ ഒരുപാട് നാളായിട്ട് സൂക്ഷിച്ചു വെച്ച അവരുടെ സമ്പത്തിനെ എല്ലാം ക്രൂരമായിട്ട് തന്നെ കവർന്നെടുത്തു. ഇതിനെ തടുക്കാൻ ചെന്ന അവരുടെ ക്യാപ്റ്റൻ ബ്ലേക്കിനെ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും പെട്ടുപോയി. അങ്ങനെ ഈ 4 പേര് നരനായാട്ട് നടത്തി അവിടുത്തെ ആ ഒരു സമ്പത്ത് മുഴുവനായിട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് ആ കപ്പൽ വിട്ട് അതിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞു അവരവിടെ നിന്ന് വന്നത്. മാത്രമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പലിൽ നിന്നും ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഭാര്യയും വെള്ളത്തിലേക്ക് വീണ് ആ വെള്ളത്തിൽ വെച്ചാണ് അവസാനം മുങ്ങി മരിച്ചത്. അതാണ് ചില മഹാന്മാരെ അടുത്തറിയുന്ന സമയത്ത് മനസ്സിലാവും അവരുടെ ഉള്ളിൽ എത്രത്തോളം രക്തം പുരണ്ടതാണെന്ന്. അതങ്ങനെ തന്നെയാണല്ലോ നമ്മൾ മലയാളികൾ തന്നെ നേരിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഉള്ളത് ഈ ടൗൺ ഹാളിലേക്കാണ്. ഇങ്ങോട്ടേക്കും ആ ഒരു പുക പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പേരുടെ ശില പുറത്തുണ്ടല്ലോ, ഈ ഒരു മഞ്ഞ് തട്ടിക്കൊണ്ട് ആ ഒരു ശില മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ചില്ലിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ, കട്ടയായ ആ ഒരു മഞ്ഞുകൾക്കിടയിലൂടെ ഒരുപാട് രൂപങ്ങൾ ഇവരുടെ ഒരു ടൗൺ ഹാളിനെ ലക്ഷ്യമാക്കി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ക്യാപ്റ്റൻ ബ്ലേക്ക്, അദ്ദേഹത്തിന്റെ ഫാമിലി, അങ്ങനെയുള്ള ഒരുപാട് ആത്മാക്കൾ. അവസാനം ഈ ആത്മാക്കൾ ഈ ടൗൺ ഹാളിന്റെ ചില്ല് തകർത്തുകൊണ്ട് ആദ്യം ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആദ്യം തന്നെ പിടിക്കുന്നത് ഫാദർ നിക്കോളാസ് മെലോണിയാണ്. കാരണം എന്താ, ഈ 4 പേരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, അതേ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഈ ഫാദർ നിക്കോളാസ്. ഫാദറിനെ തന്നെ ആദ്യം തന്നെ വളരെ ക്രൂരമായിട്ട് ഈ ആത്മാക്കൾ കൊന്നുകളയാണ്. ഫാദറിന് അറിയാം ഇങ്ങനെ ഒരു മരണം എനിക്ക് ഉണ്ടാവുമെന്ന്. അപ്പൊ ആ ഒരു മരണത്തിനായിട്ട് ഫാദർ കാത്തിരിക്കായിരുന്നു. എന്നാൽ എല്ലാവരും കരുതിയത് ഫാദറിന് ഭ്രാന്താണെന്നാണ്. അങ്ങനെ പൊട്ടിച്ചെതിരെ ഒരുപാട് ചില്ലിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഈ ഫാദറിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. ഇതിനുശേഷം ഈ ഒരു ദ്വീപിന്റെ മേയറെ ഇയാളെ വലിച്ചിട്ട് പുറത്തേക്ക് എറിയുന്നുണ്ട്. ഈ മേയറും ഈ 4 പേരുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഈ മേയർ ഈ ആത്മാക്കളെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന സെമിത്തേരിയിലേക്കാണ്. ആകെ കിടന്ന് അലറി വിളിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുന്ന മേയറുടെ കയ്യിലേക്ക് ഇവരുടെ മഹാന്മാരായിട്ടുള്ള ആ 4 ആൾക്കാരുണ്ടാക്കി വെച്ച ആ ഒരു കരാർ ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് വായിക്കാൻ വേണ്ടി പറയാണ്. അത് വായിക്കുന്ന അതേ നിമിഷം തന്നെ ഈ മേയറേയും ജീവനോട് കത്തിച്ചു കളയാണ്. പക്ഷെ ഇവിടെ എവിടെയാണ് നീതി നടപ്പിലാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ ഈ റിവെഞ്ച്, പ്രതികാര ബുദ്ധി ഉള്ളിലേക്ക് കയറിയാൽ ഇനി അത് ആത്മാക്കളായാലും ശരി, അവിടെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു അനീതി സംഭവിക്കും. ഇതെല്ലാം കിട്ടേണ്ടിയിരുന്നത് ആ 4 ആൾക്കാർക്കാണ്. പക്ഷെ അവരുടെ തലമുറയിലുള്ള, അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ശിക്ഷ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അറിയില്ല. എന്തായാലും റിവെഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പിടുത്തം കിട്ടില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലിസബത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് നിക്ക് വന്നിട്ട് പറയാണ്, എലിസബത്ത് ഇവിടെ നിൽക്കേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാന്ന്. എന്നാൽ നിക്ക് എത്ര വിളിച്ചിട്ടും എലിസബത്ത് അവിടെ നിന്ന് വരുന്നില്ല. അവൾ ഒരു നിർത്തം അവിടെ നിൽക്കാണ്, അതും ഈ വരുന്ന ആത്മാക്കളെ നോക്കിക്കൊണ്ട്, അതും ഭയങ്കര ധൈര്യത്തില്. എന്നാൽ നിക്കിനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിയ ക്യാപ്റ്റൻ ബ്ലേക്കിന്റെ ആ ഒരു ആത്മാവുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് എലിസബത്തിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നിക്കിന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു ചുംബനത്തിനൊടുവിൽ പതിയെ പതിയെ നമ്മുടെ എലിസബത്തും ആ ഒരു ആത്മാക്കളുടെ കൂടെ ചേർന്ന് പോവാണ്. അതായത് അവളെയും ഇപ്പൊ കാണാനില്ല. പതിയെ 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 ഈ ഒരു ദ്വീപിൽ നിന്നും പൂർണ്ണമായിട്ടും ആ ഒരു മഞ്ഞ് മറ്റെങ്ങോട്ടോ മറിഞ്ഞു പോവാണ്. അതായത് സംഭവം എന്താണെന്നറിയാം, നമ്മുടെ എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ ബ്ലേക്കിന്റെ ഭാര്യയുടെ ഒരു പുനർജന്മമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എലിസബത്തിന് പലതവണയായിട്ട് ഡ്രീംസിലേക്ക്, സ്വപ്നത്തിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കാണാൻ കഴിഞ്ഞതും അതുപോലുള്ള ഒരു ഫീലിംഗ് അവൾക്ക് ഉണ്ടായതും. ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ എലിസബത്ത് ധൈര്യത്തോടുകൂടെ അവിടെ നിന്നത്. അതുപോലെ തന്നെ ഭാര്യയെ കിട്ടിയത് കൊണ്ട് ക്യാപ്റ്റൻ ബ്ലേക്കും കൂടെ ഉണ്ടായിരുന്ന ആത്മാക്കളും തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്നാലും അവരുടെ ആ ഒരു പ്രതികാരം അടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അടങ്ങാനാണ്? ഈ ഒരു ദ്വീപിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കലല്ലേ അവരുടെ ആ ഒരു ലക്ഷ്യം. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ സ്റ്റീവിയെ കാണിക്കുകയാണ്. അതായത് ആർജെ മകൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആന്റി അവനെ കെട്ടിപ്പിടിച്ച്, അതും ഇറുക്കി പിടിച്ചിട്ടാ പറയുന്നത്. നമ്മുടെ പൂർവികര് ഈ 4 ആൾക്കാരും നമ്മൾ മഹാന്മാരാണെന്ന് കരുതിയ അവര് ചെയ്ത ആ ഒരു പാപം, അതെന്തൊക്കെ ചെയ്താലും നമുക്കത് മായ്ക്കാൻ കഴിയില്ല. അതിന്റെ ഫലം
കാലം എന്നോണം നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതോടെ ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് തീരുകയാണെങ്കിൽ തീരട്ടെ. അപ്പോഴും നമ്മുടെ ഈ ഒരു സ്റ്റീവിയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട്. കാരണം എന്താ, തുടക്കത്തിൽ നമ്മുടെ സ്റ്റീവി പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ 4 ആൾക്കാരുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. അതായത് അതിലൊരാൾ നമ്മുടെ സ്റ്റീവിയുടെ മുതുമുത്തശ്ശനാണ്. അതുകൊണ്ട് തന്നെ തന്നെയും തന്റെ മകനെയും ഇല്ലാതാക്കാനായിട്ട് ചിലപ്പോൾ ആ ഒരു ആത്മാക്കൾ വീണ്ടും വരും എന്നുള്ള ഒരു പേടി അവളുടെ ഉള്ളിലുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ നിക്കിനെ കാണിക്കാണ്. എലിസബത്ത് അന്ന് എടുത്തു കൊടുത്ത ആ ഒരു പഴയ ഡയറി ഉണ്ടല്ലോ, അത് അവന്റെ കയ്യിലുണ്ട്. അവൾ എന്തായാലും നഷ്ടമായി. അപ്പൊ ആ ഒരു വിരഹത്തിൽ ഒരുപാട് അവളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രണയ വിരഹത്തിൽ ആ ഒരു പുസ്തകം നേരെ കടലേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. കുറച്ചു നേരം ആ ഒരു കടലിലേക്ക് നോക്കിയിരുന്നു, പിന്നെ തിരിച്ചു പോവാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമയുടെ തീരാണ്. എങ്ങനെ ഈ കഥ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, എങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് കൊണ്ടുവരണം. നിങ്ങളൊന്നും പറയാതിരുന്ന എനിക്കത് മനസ്സിലാവില്ല എത്തരം കഥകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. സോ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയണം. ഇങ്ങനെയുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ വേണമെന്ന് നിങ്ങൾ പറയൂ. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയുള്ള കഥകൾ കൊണ്ടുവരും. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. വിളിക്കുകയോ ചെയ്താൽ മതി. ഞാനും എന്റെ ഫ്രണ്ടും നേരിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് ചെല്ലാം.